നൽനീരുറവ പോൽ സമാധാനമോ അലമല പോൽ ദുഃഖമോ എന്തെന്നോ വന്നാൽ എൻ ജീവിതത്തെ ചൊല്ലും ഞാൻ എല്ലാമേ നന്മയ്ക്കായി പാടിയിടും സ്തോത്രം ഞാൻ പാടിടും നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. അതെ, സമാധാന പ്രഭുവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തെന്ത് വന്നാലും നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി എന്ന് പറയത്തക്ക വിധത്തിൽ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കർത്താവ് നദി പോലെ സമാധാനം നമ്മുടെ ഉള്ളിൽ പകർന്ന് നമ്മെ സകല വിധത്തിലും എല്ലായ്പ്പോഴും സമാധാനത്തോടെ നടത്തുവാൻ സർവശക്തനാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വം നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ് ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം നീട്ടിക്കൊടുക്കും. ആർക്കാണ് കർത്താവ് ഈ വാഗ്ദത്തം നൽകുന്നത് എന്ന് നാം വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം വചനത്തിൽ യെരൂശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടി സന്തോഷിപ്പിൻ, അവളെ ചൊല്ലി ഉല്ലസിക്കുവിൻ, അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളുടെ കൂടെ അത്യന്തം ആനന്ദിക്കുവിൻ. അതെ, ഇവിടെ യെരൂശലേം എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരുമാണ്. 125-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 2-ാം വചനത്തിൽ നാം വായിക്കുന്നു, പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അപ്പോൾ യെരൂശലേമിനെ തൻ്റെ ജനമായിട്ട് അവിടെ നമുക്ക് വായിക്കുവാനിടയായിത്തീരും. അപ്പോൾ നാം ഓരോരുത്തരും ഇന്ന് ദുഃഖിക്കുന്നവരായിരിക്കാം, എന്നാൽ ആനന്ദിച്ചാർക്കുവാൻ ഘോഷിച്ചുല്ലസിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കും. എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ നദി പോലെ സമാധാനം ദൈവം നൽകും. ആർക്കാണ്? യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണ്? ആർക്കാണ് ദൈവം സമാധാനം നൽകുന്നത്? അതേ 66-ാം അധ്യായം അതിൻ്റെ 2-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ സ്തോത്രം, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ഉന്നതനുമീതെ അത്യുന്നതനുമായ കർത്താവാണ്. ആമേൻ നാം ഈ കാണുന്ന ഭൂമിയും ആകാശവും ഒക്കെ തൻ്റെ കരത്താൽ ഉണ്ടാക്കുകയും ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ സകലതും ഉളവാക്കുകയും ചെയ്ത സർവശക്തനായ ദൈവം അരിഷ്ടനും മനസ്സ് തകർന്നിരിക്കുന്നവനും വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ എവിടെയുണ്ടോ ആ മനുഷ്യൻ എവിടെയായിരുന്നാലും കർത്താവ് അവിടെ ഇറങ്ങി വരും. കർത്താവ് കുനിഞ്ഞു നോക്കും, കർത്താവ് കടാക്ഷിക്കും, കർത്താവ് ആ മനുഷ്യനെ ആദരിക്കുവാനിടയായിത്തീരും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് കർത്താവ് നദിപോലെ സമാധാനം പകരുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു വചനം നമുക്ക് 119-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 165-ാം വചനത്തിൽ വായിക്കുവാനിടയായിത്തീരും. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അതെ, ആരാണോ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നത്, ആരാണോ ന്യായപ്രമാണത്തെ ഇഷ്ടപ്പെടുന്നത്, ആരാണോ ആ വചനത്തിൻ്റെ വിറയ്ക്കുന്നത്, ഭയത്തോടെ ആ വചനത്തെ കൈക്കൊള്ളുന്നത്, ആ വചനത്തിൽ രസിക്കുന്നത്, അവർക്ക് ദൈവം മഹാസമാധാനം നദി പോലെ അവരുടെ ഹൃദയത്തിൽ പകരുവാനിടയായിത്തീരും. അങ്ങനെയുള്ളപ്പോൾ, അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മെ മുക്കിക്കളയത്തക്ക രീതിയിൽ നദി കവിഞ്ഞൊഴുകിയാലും സ്തോത്രം കലങ്ങി മറിയുന്ന നദികൾ
നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഈ നദി പോലെയുള്ള സമാധാനത്താൽ സകലത്തെയും അതിജീവിച്ച് ജയിച്ച് മുന്നേറുവാൻ നമുക്കിടയായിത്തീരും. ആയതിനാൽ ഈ നാളുകളിൽ ആമേൻ സ്തോത്രം, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ, വചനത്തിൽ വിറയ്ക്കുന്ന ഒരു അനുഭവത്തോടെ, ന്യായപ്രമാണത്തോട് പ്രിയമുള്ള ഒരു അനുഭവത്തോടെ, ആമേൻ സ്തോത്രം, ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഒരു അനുഭവത്തോടെ കർത്താവിനെ നമുക്ക് സേവിക്കാം. അതിനായി ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായി കർത്താവ് നമുക്ക് സമാധാനം നൽകും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ, സമാധാനമില്ലാത്ത ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ, അനുദിനം അസമാധാനക്കേടുകൾ കൊണ്ട് തുറന്നിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സമാധാനം അങ്ങ് അതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.